സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നാണ് ആവശ്യം. സൊസൈറ്റിയുടെ പേരിൽ കോടികൾ തട്ടിയെന്നാണ് ആരോപണം. ആ സമയത്താണ് എൻ്റെ അടുത്ത് നിന്ന് 14 ലക്ഷം രൂപ പാർട്ടിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി വേലായുധേട്ടൻ, മുൻ MLA കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്ന് AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തിയിട്ട് സ്ഥാപനത്തിലേക്ക് ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 3 തവണകളിലായിട്ട് ഇവർക്ക് പൈസ കൊടുത്തു. ഇപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. പിന്നീട് സ്ഥാപനത്തിൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവർ തന്നില്ല. പല തവണകളിലായിട്ട് ചോദിച്ചു, തന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ഞാൻ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇല്ല, ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. മറുപടി കിട്ടാത്തത് കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച രജിസ്റ്റേർഡ് തപാലായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടെ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ മെയിലായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പാർട്ടി സെക്രട്ടറി, പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ എല്ലാവർക്കും ഞാൻ ഈ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്, ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കിട്ടിയേ മതിയാവൂ. കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ലല്ലോ. അത്രയും പ്രയാസത്തിലാണ്. കാരണം അത്രയും കടത്തിൽ മുങ്ങി ഈ ഡെപ്പോസിറ്റിൻ്റെ പേരിൽ ഒരുപാട് വീട് വെച്ചതിൻ്റെ ബാധ്യതയും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇതൊക്കെ നോക്കണ്ടേ. വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ. ബ്രഹ്മഗിരിയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് സാധാരണക്കാരായ CPM പ്രവർത്തകന്മാരും അല്ലാത്തവരും ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച് അവരുടെ മക്കളുടെ വിവാഹവും അവരുടെ ആശുപത്രി കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുമ്പോൾ ആത്മഹത്യ പാർട്ടി ഓഫീസിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അനങ്ങാതെ മുന്നോട്ട് പോകുന്ന CPM സമീപനം, നിക്ഷേപകരെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയാണ്. ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ഗുരുതര ആരോപണമാണ്, വലിയ പ്രശ്നവുമാണ്. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം? CPMന് പ്രതികരണമുണ്ടോ? എടുത്തു പറയേണ്ടത് CPMന്റെ പ്രതികരണം തന്നെയാണ്. കാരണം നിലവിൽ ഇതുവരെ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വലിയ തരത്തിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും തന്റെ പ്രവർത്തകർ, അതായത് ഈ ബ്രഹ്മഗിരിയിലെ മുൻ ജീവനക്കാരനാണ് നൌഷാദ്, അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചത്. നൌഷാദ് പോലും ഇത്തരത്തിൽ പരസ്യമായി പ്രതികരണമായി രംഗത്ത് വന്നിട്ട് പോലും ഇതുവരെ CPMന്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി ഈ ബ്രഹ്മഗിരിയിലെ വിഷയം വയനാട് ജില്ലയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഈ കഴിഞ്ഞ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ഒരു വിഷയമാണ് ഈ ബ്രഹ്മഗിരിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഈ ബ്രഹ്മഗിരിയിൽ നിക്ഷേപമായി കോടിക്കണക്കിന് രൂപ നിരവധി ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും അവരുടെ നിക്ഷേപ തുക ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമായി തന്നെ ആ പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ കേസ് കോടതിയിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കേസ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട നിക്ഷേപകർക്ക് ഇത്ര വലിയ തുക കൊടുക്കാനുണ്ടായിരിക്കെ NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയപ്പോൾ മറുപടിയുമായി കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ വലിയ തരത്തിൽ ഈ ഒരു പ്രശ്നം മറനീക്കി പുറത്തു വരികയാണ്. ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളും ഒരു ഭാഗത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഇപ്പോൾ ഈ ബ്രഹ്മഗിരിയിലെ തന്നെ തുടക്കത്തിലെ ജീവനക്കാരനും CPMന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന നൌഷാദാണ് പരസ്യമായി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, മുമ്പ് ഈ വിഷയത്തിൽ പല തവണ പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ നൽകിയതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ നൌഷാദ് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇനിയും തനിക്ക് നിക്ഷേപ തുക തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്ത് ജീവനൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം വ്യക്തമായി എഴുതിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് രജിസ്റ്റേർഡായി കത്തയച്ചിരിക്കുകയാണ് ഈ പറയുന്ന നൌഷാദ് എന്ന് പറയുന്നത്. ഫൈസൽ, ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ്, ഇത് അന്വേഷിക്കാമെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ്, ഇത്ര പൈസയുടെ കാര്യമാണ്, അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്നു ആ ബൈറ്റിന് അവർ സംസാരിക്കുന്നത് കേട്ടിട്ട്. അപ്പം പരാതിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടായോ? ഇവർക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നോ? ഇത് മുൻപ് തന്നെ, അതായത് CPMന്റെ മാറി വരുന്ന ജില്ലാ സെക്രട്ടറിമാരോട് കൃത്യമായി കൊണ്ട് തന്നെ ഇവർ പരാതി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ
അന്ന് ആ പരാതി അന്വേഷിക്കാമെന്നോ പരിഹാരം ഉണ്ടാക്കാമെന്നും വാക്കുകൾ കൊണ്ട് പറയുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നൗഷാദ് പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ പലതവണ കത്തുകൾ അയച്ചു, മെയിൽ അയച്ചു. പക്ഷേ ഇതിനൊന്നും മറുപടി ഇല്ലാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രജിസ്റ്റേർഡ് ആയിക്കൊണ്ട് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്. പക്ഷേ ഇത്രയധികം പരാതികളും പാർട്ടിക്ക് മുമ്പിലും മുഖ്യമന്ത്രിക്ക് മുമ്പിലും ഉൾപ്പെടെ ഉന്നയിച്ചിട്ട് പോലും കൃത്യമായിക്കൊണ്ടുള്ള മറുപടി ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിക്ഷേപകൻ കൂടിയായിട്ടുള്ള നൗഷാദ് ഉൾപ്പെടെയുള്ള ഈ ഒരു നൗഷാദ് മാത്രമല്ല, നിരവധി ആളുകൾ ഈ സംരംഭത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്.